ഹലോ ആൻഡ് വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾക്കൊരു സ്ക്വിഡ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തൽ വൃത്തിയാക്കി കഴിഞ്ഞ് ഇതൊരു 760 ഗ്രാം ഉണ്ട്. 1 കിലോ ആണ് വാങ്ങിച്ചത്, പക്ഷേ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് 760 ഗ്രാം ഉണ്ട്. കൂന്തലിനൊരു മാരിനേഡ് ഉണ്ടാക്കാം. 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, സവാള ഒരു പിടി, 1/2 കപ്പോളം വരും, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു 2 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്തത്, കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം കൈകൊണ്ട് ഞെരടി യോജിപ്പിക്കുക. അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങുന്ന പോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. വൃത്തിയാക്കിയ കൂന്തൽ ഇപ്പോൾ നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പ്രഷർ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 4 വിസിൽ പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും. മാരിനേഡ് എല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഇതിവിടെ ഇരിക്കട്ടെ. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് അടച്ച് ഒരു 4 വിസിൽ വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് സ്ക്വിഡ് റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കി തുടങ്ങാം. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ശേഷമുള്ള സാധനങ്ങൾ പുറകെ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി മിൻസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. വഴണ്ട ഒരു ഇതാകുമ്പോൾ 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതും അതിൻ്റെ കൂടെ 2 വലിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ഇടാൻ മടിക്കണ്ട. ഇതിൻ്റെ കൂടെ ഈ സമയം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം നമുക്ക് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം വഴറ്റിയെടുക്കുക. പെരുംജീരകപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വഴണ്ടതിന് ശേഷം നമ്മൾക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കൂടി അരിഞ്ഞതിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഇതുകൂടി നല്ലവണ്ണം മാഷ് ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ടൊമാറ്റോ ഒക്കെ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സമയം വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ അല്ലെങ്കിൽ സ്ക്വിഡ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 4 വിസിലൊക്കെ കഴിഞ്ഞ് നല്ലവണ്ണം വെന്തിരിക്കുകയാണ്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് റോസ്റ്റാക്കി എടുക്കാം. കൂന്തൽ വേവിച്ചപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് വേവിച്ചത്. ഈ വെള്ളമെല്ലാം അതിനകത്തുനിന്ന് വെന്ത സമയത്ത് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇതെല്ലാം നമുക്ക് പറ്റിച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കണം.
ഇപ്പോൾ ഇവിടെ സ്ക്വിഡെല്ലാം നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് മസാല നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാറാ ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വളരെ രുചികരമായ സ്ക്വിഡ് റോസ്റ്റ് ഇതാ തയ്യാറായിരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ കരയറ്റുന്നു. താങ്ക് യു സോ മച്ച്.